പന്ത്രണ്ടാം ദിവസം രാവിലെ 10 മണി. ജാക്കി, നേരത്തെ വീട്ടിലുള്ള മറ്റു മത്സരാർത്ഥികളുമായി താങ്കൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് പറയാവുന്നതാണ്. ബിഗ് ബോസ്, എനിക്ക് പറയാനുള്ളത്, ഈ വീട്ടിലെ ആദ്യ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇവരെ ഓരോരുത്തരെയും ഞാൻ ഓരോ ഗ്രൂപ്പായി തിരിച്ചു ഈ വീട്ടിലെ ക്ലീനിങ്ങിന് വേണ്ടി. സോ ടോയ്ലറ്റ് ക്ലീനിങ് കാളിയ ആൻഡ് കാട്ടാക്കട കോഴിച്ചേട്ടൻ, ആൻഡ് കിച്ചൺ ടീം എന്ന് പറയുന്നത് മിക്സി, നോബിത, പിന്നെ ലിവിങ് ഏരിയ, അതേപോലെ ഹൗസ് ക്ലീനിങ്ങിനൊക്കെ മെറീന, അതേപോലെ മകൻ, ഗഗൻ. ടോയ്ലറ്റ് ക്ലീനിങ് ഞാനും മോട്ടുമാണ്. ഈ ഗ്രൂപ്പുകളായി ഞാൻ തിരിച്ചെങ്കിലും പല ഗ്രൂപ്പുകാരും അവരുടെ ജോലി ചെയ്യുന്നില്ല. കിച്ചൺ മഹാമോശമായിട്ടാണ്. കിച്ചൺ ടീം മിക്സി ആൻഡ് നോബിത നന്നായി നോക്കുന്നില്ല, അതെനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അടുത്തത് ബെഡ്റൂം ആൻഡ് ഹൗസ് ക്ലീനിങ് ആണ്. ഹൗസ് ക്ലീനിങ്ങിൽ കാട്ടാക്കട കോഴിച്ചേട്ടൻ, കാളിയ, മകൻ, അതേപോലെ പിങ്കി എല്ലാവരും ഉൾപ്പെടും. ഈ 4 പേര് ഉൾപ്പെടും. അപ്പോൾ ഈ 4 പേര് ഈ ഹൗസ് ക്ലീനിങ് നല്ലതുപോലെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കംപ്ലൈൻറ്റ് എനിക്കുണ്ട്. ഇത്രയും ഗ്രൂപ്പായി തിരിച്ചിട്ടും ഇവരിതൊന്നും ചെയ്യുന്നില്ല. ബിഗ് ബോസ്, ഹലോ, ഇതെന്റെ സ്പേസ് ആണല്ലോ. ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് സംസാരിക്കേണ്ട എന്റെ സ്പേസ് ആണിത്. ഇതിലേക്ക് മകന് സംസാരിക്കേണ്ട ഒരു റൈറ്റ്സും ഇല്ല. നിനക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സംസാരിച്ചാൽ മതി. ഓക്കെ, എടാ മക, ഒന്ന് നിർത്ത്. ഇത് ക്യാപ്റ്റൻ സംസാരിക്കേണ്ട സമയമാണ്. നിനക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടുമ്പോൾ സംസാരിച്ചാൽ മതി. ക്യാപ്റ്റൻ ടോക്കിംഗ് ടൈം, നോട്ട് ടോക്കിംഗ് ടു യു. ഓക്കെ, ബിഗ് ബോസ് പറഞ്ഞ കാര്യത്തിലാണ് നിൽക്കുന്നത്. നീ ഉണ്ടായിരിക്കണം. മകൻ, ആവശ്യമില്ലാത്ത പറഞ്ഞ് ഞാൻ ഒരു ഗ്രൂപ്പ് ഇവിടെ ആരോടും കളിക്കുന്നില്ല. ക്യാപ്റ്റൻ സംസാരിക്കണം, ക്യാപ്റ്റൻ സംസാരിക്കണം. അല്ലാതെ എന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാനല്ല വേണ്ടത്. നിശബ്ദത പാലിക്കുക. എന്താണിത്? ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ലേ നിങ്ങളെല്ലാം ഇവിടെ വിളിപ്പിച്ചത്, അല്ലാതെ പരസ്പരം കലഹിക്കാൻ വേണ്ടിയിട്ടാണോ? ജാക്കി, നിങ്ങൾ നിങ്ങളുടെ നിലപാട് പറഞ്ഞല്ലോ. അതിന് വേണ്ട തീരുമാനം ബിഗ് ബോസ് എടുത്തോളാം. എല്ലാവർക്കും പിരിഞ്ഞു പോകാം.